വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് ഹെറിറ്റേജ് മ്യൂസിയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിലൊന്നാണ്. വളരെ വൃത്തിയിലും ഭംഗിയിലും ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഈ മ്യൂസിയം അമ്പലവയൽ ടൗണിൽ തന്നെയാണുള്ളത്. പ്രദർശന വസ്തുക്കളെ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് വീരസ്മൃതി എന്ന വിഭാഗമാണ്. യുദ്ധത്തിലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വീരകൃത്യങ്ങളുടെ ഇടയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആദരവ് എന്ന നിലയ്ക്കാണ് വീരക്കല്ലുകൾ നാട്ടുന്നത്. കാട്ടിൽ നിന്നോ വഴിവക്കിൽ നിന്നോ ഒക്കെ കിട്ടിയ AD 2-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള വീരക്കല്ലുകൾ ഇവിടെ കാണാം. രണ്ടാമത്തെ വിഭാഗം ദേവസ്മൃതി. ശിലായുഗം മുതൽക്കുള്ള കല്ലുകൊണ്ടും കളിമണ്ണ് കൊണ്ടും നിർമ്മിതമായ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ ഇവിടെ കാണാം. കൊടംകൂത്ത്, അമ്മാനയാട്ടം തുടങ്ങിയ വിനോദങ്ങളുടെയും പ്രതിമകൾ ഇവിടെ കണ്ടു. ജനലിലൂടെ നോക്കുമ്പോൾ തന്നെ പുറത്ത് നല്ലൊരു പൂന്തോട്ടം ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് അവിടെ പോവാൻ എന്തായാലും സമയം മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ജീവനസ്മൃതി എന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ മലബാർ ഏരിയയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ടിട്ടുള്ള പ്രാചീന കാലത്ത് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് കണ്ടത്. ആഭരണങ്ങൾ, ആയുധങ്ങൾ, വാദ്യോപകരണങ്ങളൊക്കെ കണ്ടുവെങ്കിലും ഒരെണ്ണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഇത് നിങ്ങൾ കണ്ടോ? സൂയിസൈഡ് എന്ന തീമിൽ അന്നത്തെ കാലത്തൊരു ശില്പം ഉണ്ടായിരുന്നു എന്നത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ചെറിയൊരു ഏരിയയിൽ വയനാട്ടിലെ മണ്ണിനങ്ങളെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗോത്രസ്മൃതി എന്ന 4ാമത്തെ വിഭാഗം വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായ അവിടുത്തെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന മണി കണ്ടോ? നല്ല ക്യൂട്ടായിട്ടില്ലേ? മ്യൂസിയം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചെടികളെല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ചൂടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മഴയും വെയിലും ഒന്നുമില്ലാത്ത ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. വയനാട് അമ്പലവയലിൽ പൂപ്പൊലി കാണാൻ വേണ്ടി നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടുന്ന് അധികം അകലെ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം കണ്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. ഈ വരുന്ന വർഷം പൂപ്പൊലി കാണാൻ വേണ്ടി പോകുന്നുണ്ട് എങ്കിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള വയനാട് ഹെറിറ്റേജ് മ്യൂസിയം കൂടി നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ്.